സാങ്കേതിക തകരാറിനെ തുടർന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ കുടുങ്ങിയത് 3 മണിക്കൂർ. തകരാർ പരിഹരിക്കാനാകാത്തതിനാൽ മറ്റൊരു സാധാരണ എഞ്ചിൻ കൊണ്ടുവന്ന് വന്ദേ ഭാരതുമായി ബന്ധിപ്പിച്ചാണ് യാത്രാ പ്രശ്നം പരിഹരിച്ചത്. നിരവധി യാത്രക്കാരാണ് റെയിൽവേയുടെ അലംഭാവത്തിലൂടെ പ്രതിസന്ധിയിലായത്. ഷൊർണൂരിൽ നിന്നും ബുധനാഴ്ച വൈകിട്ട് 5:30 യാത്ര പുറപ്പെട്ട കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ഷൊർണൂർ ബി ക്യാബിനിൽ നിർത്തിയിടുകയായിരുന്നു. ഷൊർണൂർ പാലത്തിന് സമീപം 1 മണിക്കൂർ ട്രെയിൻ പിടിച്ചിട്ടു. ഇതിനിടെ ട്രെയിനിലെ AC പ്രവർത്തനരഹിതമായി. ഇതോടെ യാത്രക്കാർ പരിഭ്രാന്തിയിലായി. പിന്നീട് സാധാരണ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് വന്ദേ ഭാരത് ഷൊർണൂർ സ്റ്റേഷനിലേക്ക് തിരികെ എത്തിക്കുകയായിരുന്നു. വന്ദേ ഭാരത് ഞങ്ങളൊക്കെ ഇതിലെ യാത്രക്കാരാണ്. ഏകദേശം ഒരു 5:45 സാധാരണ റൈറ്റ് ടൈം തന്നെയാണ് ഷൊർണൂർ എത്തിയത്. ഇത് പുറപ്പെട്ട് ഷൊർണൂർ വിട്ട് 100 മീറ്റർ കഴിയുമ്പോഴേക്കും വണ്ടി നിന്നുപോയി. ഒന്ന് മാത്രമല്ല, ഏകദേശം 3/4 മണിക്കൂറോളം ആളുകൾക്കൊന്നും ഡോർ തുറക്കാനോ പുറത്തു പോകാനോ പറ്റാത്ത വലിയ പ്രയാസങ്ങൾ നേരിട്ടു. ശരിയാവുമ്പോൾ ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ അനൗൺസ് ചെയ്യും ഇപ്പോൾ ശരിയാവുന്നു. പക്ഷേ വീട്ടിൽ ശരിയായ അവസാനം വേറൊരു എഞ്ചിൻ കൊണ്ടുവന്നു തിരിച്ച് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സ്റ്റേഷനിൽ നിന്നും തകരാർ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് സാധാരണ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് വന്ദേ ഭാരതിന്റെ യാത്ര പുനരാരംഭിക്കുകയായിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഉൾപ്പെടെ എത്താനുള്ള യാത്രക്കാരാണ് മണിക്കൂറുകളോളം ഷൊർണൂരിൽ നിന്നത്. സമയം വൈകിയതിന്റെ പ്രതിഷേധം യാത്രക്കാർ അറിയിച്ചു. അതേസമയം വിമാനത്താവളത്തിലേക്കുള്ളവർക്കായി അങ്കമാലിയിൽ പ്രത്യേക സ്റ്റോപ്പ് അനുവദിച്ചു. ട്രെയിനിലെ തകരാറിന്റെ കാരണം വ്യക്തമല്ല. അടുത്ത ദിവസം തിരുവനന്തപുരത്ത് വെച്ച് സാങ്കേതിക തകരാർ എന്താണെന്ന് റെയിൽവേ പരിശോധിക്കും. കൈരളി ന്യൂസ്, പാലക്കാട്.